എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ പുസ്തകത്തിൻ്റെ ആമുഖം ഇങ്ങനെയാണ്: ഒരു വർഷം മുമ്പ് എൻ്റെ ജീവിതം എൻ്റെ മുന്നിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു. ഞാൻ രാപ്പകൽ അധ്വാനിച്ച് തളർന്നു. എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു. സഹപ്രവർത്തകരോടും ബന്ധുക്കളോടുമുള്ള എൻ്റെ ബന്ധം താറുമാറായി. അന്ന് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ഏറ്റവും തീവ്രമായ പരാജയത്തിൽ നിന്നാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം വരിക എന്ന്. ഒരു മഹാരഹസ്യത്തിൻ്റെ ക്ഷണിക ദർശനം എനിക്ക് ലഭിച്ചു. എൻ്റെ മകൾ ഹെലി എനിക്ക് തന്ന 100 വർഷം പഴക്കമുള്ള പുസ്തകത്തിലാണ് ഞാൻ ആ ക്ഷണപ്രഭ കണ്ടത്. ആ രഹസ്യത്തെ തേടി ഞാൻ ചരിത്രത്തിലൂടെ പുറകോട്ട് യാത്ര ചെയ്തു. ആ രഹസ്യം മനസ്സിലാക്കിയവർ ആരെല്ലാമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അമ്പരന്നുപോയി. ചരിത്രം കണ്ട ഏറ്റവും മഹനീയമായ വ്യക്തിത്വങ്ങൾ: പ്ലാറ്റോ, ഷേക്സ്പിയർ, ന്യൂട്ടൻ, ഹ്യൂഗോ, ബീഥോവൻ, ലിങ്കൻ, എമേഴ്സൺ, എഡിസൺ, ഐൻസ്റ്റൈൻ, അങ്ങനെ പോകുന്നു. വിശ്വാസം വരാതെ ഞാൻ സ്വയം ചോദിച്ചു, എന്തുകൊണ്ട് ഈ രഹസ്യം എല്ലാവരും അറിയുന്നില്ല? ഈ രഹസ്യം ലോകത്തെ മുഴുവൻ അറിയിക്കാനുള്ള അടങ്ങാത്ത അഭിവാഞ്ഛ എന്നെ കീഴടക്കി. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഈ രഹസ്യം അറിയുന്നവരെ കണ്ടെത്താനായി ഞാൻ അന്വേഷണം ആരംഭിച്ചു. ഓരോരുത്തരായി അവർ പ്രത്യക്ഷരായി. ഞാൻ ഒരു കാന്തമായി മാറുകയായിരുന്നു. ഞാൻ എൻ്റെ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗുരുനാഥർ എൻ്റെ അടുത്തേക്ക് തനിയെ വന്നു ചേർന്നു. ഒരു ഗുരുവിനെ ഞാൻ കണ്ടെത്തിയാൽ ആ ഗുരു എന്നെ മറ്റൊരാളിലേക്ക് നയിക്കും. ഒരു ശൃംഖലയായി അത് നീണ്ടുപോയി. എപ്പോഴെങ്കിലും എനിക്ക് വഴിതെറ്റിയാൽ മറ്റെന്തെങ്കിലും എൻ്റെ ശ്രദ്ധ തിരിക്കും. ആ വ്യതിയാനത്തിലൂടെ ഞാൻ മറ്റൊരു ഗുരുവിനെ കണ്ടെത്തും. ഇൻ്റർനെറ്റിൽ തിരയവേ ഞാൻ അബദ്ധത്തിൽ തെറ്റായ ലിങ്ക് അമർത്തിയാൽ അത് എന്നെ മറ്റൊരു നിർണായകമായ അറിവിലേക്ക് നയിക്കും. ഏതാനും ആഴ്ചകൾ കൊണ്ട് ആ രഹസ്യത്തിൻ്റെ പാതയിലൂടെ നൂറ്റാണ്ടുകൾ പുറകോട്ടുള്ള വസ്തുതകൾ കണ്ടെത്തി. അതോടൊപ്പം ഇപ്പോൾ ഈ രഹസ്യം പ്രായോഗികമാക്കുന്ന ആധുനികകാല വ്യക്തിത്വങ്ങളെയും. ഈ ദർശനം ചലച്ചിത്ര രൂപത്തിൽ ലോകത്തെ കാണിക്കണമെന്ന് ഞാൻ മനസ്സിൽ നിശ്ചയിച്ചു. തുടർന്നുള്ള 2 മാസം കൊണ്ട് എന്നോടൊപ്പമുള്ള ടെലിവിഷൻ, സിനിമ, പ്രൊഡക്ഷൻ ടീം അംഗങ്ങൾക്ക് എല്ലാം ഈ രഹസ്യം പഠിച്ചു. ടീം അംഗങ്ങൾ എല്ലാവരും ഈ രഹസ്യം മനസ്സിലാക്കണമെന്നത് അനിവാര്യമായിരുന്നു. കാരണം ആ അറിവില്ലാതെ ഞങ്ങൾ ചെയ്യാനുദ്ദേശിച്ച ഉദ്യമം അസാധ്യമായിരിക്കും. ചിത്രത്തിലേക്കായി ഒരു ഗുരുവുമായി എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തകത്തിൻ്റെ